തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. സായ്കുമാർ ചേരുന്നുണ്ട്. സായ്കുമാർ, ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം വിശദമാക്കുന്നത് എന്താണ്? റോഷ്നി, ഇപ്പോൾ DGP ആണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് SIT കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ സംഘമാണ്. അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. ആ നടപടികളുമായി SIT മുന്നോട്ട് പോവുകയാണ്. അതിൽ സർക്കാരോ പോലീസോ അല്ലെങ്കിൽ പോലീസ് സംവിധാനമോ ഒന്നും കൈകടത്തില്ല. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന അന്വേഷണ സംഘമാണ്. അവർക്ക് സ്വതന്ത്രമായി തന്നെ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകാം. അതായത് ഇപ്പോൾ കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്കടക്കം നീങ്ങിയ നിർണായക നടപടി അത് SITയുടെ തീരുമാനമാണ്. SITയുടെ മേൽ ഹൈക്കോടതിയുടെ സമ്മർദ്ദം എത്രമേൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ഇത് അന്വേഷണത്തിൽ ഒരു മെല്ലെപ്പോക്കുണ്ട് എന്ന് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. വമ്പൻ സ്രാവുകളടക്കം എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്ന് കർശനമായ സ്വരത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ സൂത്രധാരൻ എന്ന് നമുക്ക് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്ന തന്ത്രിയിലേക്ക്, അതായത് ഈ തട്ടിപ്പിന് എല്ലാവിധ ഒത്താശയും ഈ തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട് എന്ന് എല്ലാ കാര്യങ്ങളും തന്ത്രിക്ക് അറിയാമായിരുന്നു. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്ത ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ലഭിച്ച മൊഴികൾ. പത്മകുമാർ അടക്കമുള്ള ഈ കേസിൽ SIT ചോദ്യം ചെയ്ത മൊഴിയെടുത്ത മുഴുവൻ ആളുകളിൽ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരികയും അവിടെ പ്രധാനിയായി വാഴിച്ചതിന് പിന്നിൽ തന്ത്രിയുടെ അറിവുണ്ടായിരുന്നു, സമ്മതമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി 2004 ബംഗളൂരുവിലെ ഒരു ക്ഷേത്രത്തിൽ പൂജാരി മാത്രമായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്ന് അവിടെയും തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന കണ്ഠരര് രാജീവരെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു, ഒരു പരികർമ്മിയായി നിയമിക്കും. അന്ന് ദേവസ്വം ബോർഡിന്റെ അനുമതി പോലും അതിന് വേണ്ടിയിരുന്നില്ല. കാരണം തന്ത്രി നേരിട്ട് നടത്തുന്ന നിയമനമാണ്. പിന്നീട് 2014 ഇദ്ദേഹത്തിന് അവിടെ നിയമനം കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ നടപടികളും വർഷങ്ങളോളം ഈ ശബരിമലയിൽ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി നിർണായക സ്വാധീനമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വാഴാൻ അവിടെ സൗകര്യം ചെയ്തു കൊടുത്തത് തന്ത്രിയാണ് എന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിരുന്നു. നേരത്തെയും തന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, മൊഴിയെടുത്തിരുന്നു. അപ്പോൾ ഏറ്റവും നിർണായകമായ മൊഴികൾ ലഭിച്ചതോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഏറ്റവും നിർണായകമായ അറസ്റ്റിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇതിൽ ഇനിയും ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. റോഷ്നി, ഇതിൽ എത്ര സ്വർണം പോയിട്ടുണ്ട്, എങ്ങനെയാണ് ആ തട്ടിപ്പ് നടന്നത്? ആ തട്ടിപ്പ് നടക്കുമ്പോൾ ഇതിൽ പത്മകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഒപ്പിടുക മാത്രമാണ് തങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതിലെല്ലാം കാരണം ആ ഒരു മൗന സമ്മതമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാവിധ ധൈര്യസമേതം അവിടെ പ്രവർത്തിച്ചത് താൻ തന്ത്രിയുടെ ആളാണ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള മാത്രമാണോ, ഇതിനേക്കാൾ വലിയ മറ്റ് തട്ടിപ്പുകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നാണ്. 2018 മുതൽ തന്നെ പലതവണ തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ കള്ളക്കളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള എല്ലാ കള്ളക്കളികളും തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. രാജ്യം തന്നെ ശ്രദ്ധിച്ച, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമലയിലെ തന്ത്രി തന്നെ അറസ്റ്റിലാകുമ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. റോഷ്നി, നേരത്തെ നമുക്കറിയാം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലാകുന്നു, ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറസ്റ്റിലാകുന്നു, ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുന്നു. അപ്പോൾ വളരെ ചെയിനായി നടത്തിയിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിൽ ഇപ്പോൾ തന്ത്രി കൂടി അറസ്റ്റിലാകുന്നതോടെ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ, ഇവിടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ആയിട്ടുള്ള പത്മകുമാർ അടക്കം നൽകിയിരിക്കുന്ന മൊഴി തന്ത്രി പറഞ്ഞതുകൊണ്ട് തങ്ങൾ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം തന്ത്രിയിലേക്ക് നീളുന്ന മൊഴികളാണ് SITക്ക് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. ആ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനെന്ന പേരിൽ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷമാണ് മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അല്പം മുൻപാണ് അതിനിർണായകമായ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം പോകുന്നത്. ഇതിൽ ഇരുവരും തമ്മിലുള്ള അടുത്ത ബന്ധം തന്നെയാണ്. അത് ശബരിമലയിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനാഢ്യരായിട്ടുള്ള അയ്യപ്പന്മാരൊക്കെ പ്രത്യേക ദർശന സഹായം ചെയ്തു കൊടുക്കുന്നു. അവർ വലിയ രീതിയിൽ സംഭാവനകൾ കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ ഇടനിലക്കാരനായി പാലമായി അവിടെ പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ഈ തട്ടിപ്പിൽ തന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചത്. തനിക്ക് തന്ത്രിയുമായുള്ള ബന്ധം ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലായിടത്തും പ്രധാനപ്പെട്ട കാര്യമായി പറയുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും താൻ ശബരിമലയിലെ തന്ത്രിയുടെ അടുത്തയാളാണ്, ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പത്രയും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുകയും ചെയ്തത്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് ബിസിനസ്സുകാരെയും ഒക്കെ ഒരുപക്ഷെ മല കയറ്റിക്കൊണ്ടുവന്നതും ശബരിമല തന്ത്രി തന്റെ പ്രധാനപ്പെട്ടയാളാണ് എന്ന വിവരം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ തട്ടിപ്പിൽ ഒഴിവാക്കാനാകാത്ത ഒരു അറസ്റ്റ് എന്ന രീതിയിലേക്ക് തന്ത്രിയുടെ അറസ്റ്റ് മാറിയതും അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ
അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വലിയ സ്വാധീനത്തിന് പിന്നിൽ ശബരിമലയിലെ തന്ത്രിയാണ്, കണ്ഠ രാജീവരാണ് എന്ന അതിനിർണായകമായിട്ടുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. സ്വാഭാവികമായും അതിനാവശ്യമായ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടാകും. തന്ത്രിയെ പോലെ ഒരാളെ വെറുതെ പോയി അങ്ങ് അറസ്റ്റ് ചെയ്യില്ല അന്വേഷണ സംഘം. ഇപ്പോൾ മാസങ്ങളായി നടക്കുന്ന ഈ അതാണ്, തന്ത്രിയെ പോലെ ഒരാളെ അങ്ങനെ വെറുതെ അറസ്റ്റ് ചെയ്യുന്നതല്ല.